ഹായ് ഫ്രണ്ട്സ്, അജിന്തി പിസ്സ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണീറ്റിട്ടുള്ളൂ. എണീറ്റിട്ട് മുഖമൊന്നും കഴുകിയിട്ടില്ല, പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ കയറി പണിയെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിലേക്ക് കയറി. ഇന്ന് നേരത്തെ എണീക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇത് ഒരു ഇന്ന് നേരത്തെ എണീറ്റ് ഞാനിന്ന് പണികളെടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോയി പയർ വേവിക്കാനും പിന്നെ മുട്ട, പഴം പുഴുങ്ങി ഇതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നെന്താണെന്ന് വിചാരിക്കില്ലേ നിങ്ങൾ? നേരത്തെ ഞാൻ എണീറ്റത് ഇന്നൊന്നുമില്ല, ഇന്നൊരു മുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ ചേട്ടനിന്ന് കളിയുള്ള ദിവസമാണ്. അപ്പോൾ ചേട്ടൻ ഇന്ന് കളിക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ചെല്ലാം. കിച്ചണിൽ ഇതാ വൻ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാണിച്ചത് കേട്ടോ. ചെറുപ്പയറിങ്ങനെ കൂകി വിളിച്ചു കഴിഞ്ഞു. ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. മുട്ട പുഴുങ്ങാനുള്ള വെള്ളം റെഡിയാക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പഴം പുഴുങ്ങാനുള്ള വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം മാറ്റി റെഡി വെക്കണം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇനി പോകണം ചേട്ടനാ. അപ്പോൾ വേഗം പണികൾ കഴിയും. അപ്പോൾ എന്നാൽ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പയർ ഇത്തിരി കാര്യമായിട്ടാണ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ ചോറുണ്ണാം. പിന്നെ മീനൊക്കെ വറുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സിമ്പിൾ ഡേയിലേക്ക് കേട്ടോ എല്ലാവർക്കും സ്വാഗതം. പഴം കയറ്റി വെച്ചു കേട്ടോ. ഇതിൽ തന്നെ മുട്ടയും പുഴുങ്ങാം. പക്ഷേ മുട്ട പുഴുങ്ങുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് പഴത്തുമ്മിക്ക് വരണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമല്ല മുട്ടയുടെ സ്മെല്ല്. മുട്ട ഒറ്റയ്ക്ക് പുഴുങ്ങണതാണ് എനിക്കിഷ്ടം. അതായത് താഴത്ത് അങ്ങ് മുട്ടയും പുഴുങ്ങാൻ എളുപ്പത്തിന്. പക്ഷേ എനിക്കത് അതിൻ്റെ ആ സ്മെല്ല് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. ചായ റെഡിയായി. പിന്നെ ഇതാ നമ്മളുടെ നേന്ത്രപ്പഴം അടുപ്പത്തോട്ട് കയറ്റി വെച്ചു. ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു വലിയ വൻ പണി തീർന്നുവല്ലോ നമുക്ക്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വൻ പണി ഞാൻ ഇങ്ങനെ ചാരിക്കെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കിളി പോയോണാണ് ഞാൻ നടക്കുന്നത്. നേരത്തെ എണീറ്റിട്ട് ഒരു കിളി പോയോ പോലെയാണ് ഞാൻ നടക്കുന്നത്. ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പാട്രിയോട്ട് സിനിമ കണ്ടു കേട്ടോ. ഞാൻ പാട്രിയോട്ട് സിനിമ കണ്ടേ. നല്ല പടമായിരുന്നു എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്തോ ചേട്ടൻ പറയുന്ന ഒരു 15 മിനിറ്റ് നേരത്തെ ഒരു സിനിമ ഒരു വലിയ 3 മണിക്കൂർ നേരം എടുത്ത പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. എന്തോ ചിലത് നമുക്ക് വൈത്തിരി ബോറിംഗ് ആയിട്ട് തോന്നി. നമുക്ക് വിചാരിച്ചു കുഴപ്പമില്ല, നല്ലതായിരിക്കും, നന്നായി പോകുന്നുണ്ട് എന്നൊക്കെ. ഇൻ്റർവെല് വരെ നല്ല വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മൾ ഇരുന്നു. പക്ഷെ ഇൻ്റർവെല് കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റാണ്ടായി. ഇൻ്റർവെല് കഴിഞ്ഞ സമയത്തായപ്പോഴാണ് തീരെ പറ്റാണ്ടായി. എനിക്കെന്ന് വെച്ചാൽ പറ്റാണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ബോറിംഗ് ആയി പോയി. ആവശ്യമില്ലാത്ത ഒരു കഥകൾ, ആവശ്യമില്ലാത്ത ഒരു ഡയലോഗിലേക്കൊക്കെ പോയപ്പോലെ തോന്നി പാട്രിയോട്ട് സിനിമ. പാട്രിയോട്ട് സിനിമേനെ കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. വൻ ശോകമായിപ്പോയി. പിന്നെ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നല്ല പടമായി പോവും, മുന്നോട്ട് പോവാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇല്ല, അങ്ങനെയാണ് ഉണ്ടായത്. നമുക്ക് എന്താ പറയുക, ചേട്ടൻ ഓഫീസിലേക്ക് പോകണേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുകളാണ് കളിക്കാൻ പോകുമ്പോൾ. ഓഫീസിൽ പോകുമ്പോൾ എന്താണെന്നറിയില്ല. പക്ഷെ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അലോൺലെസ് ഫീൽ ചെയ്യും. അതങ്ങനെയാണ്. ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല. പിന്നെ രാവിലെ നേരത്തെ പോവും, പിന്നെ അങ്ങനെ നേരത്തെ വരും. കളി ജയിച്ചാൽ മാത്രമാണ് ഫുൾ ഡേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉച്ച വരെ ഉണ്ടാവുള്ളൂ. നല്ല ഉറക്കമുണ്ട്. പല്ലേക്കാണ്ടാണ് ഇരിക്കണത്. അപ്പോൾ പിന്നെ ഉറക്കം വരാണ്ടിരിക്കും. നന്നായിട്ട് ഉറക്കം വരും. അങ്ങനെ പാട്രിയോട്ട് സിനിമ അല്ലേ? പാട്രിയോട്ട് സിനിമ അങ്ങനെ കുളം സിനിമയായിപ്പോയി. വൻ ഷോക്കായിപ്പോയി.
ഞാൻ വിചാരിച്ചു മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ വലിയൊരു സംഭവമായിരിക്കും, ചെറിയൊരു ഒത്തിരിയെങ്കിലും രസം ചില ഭയങ്കരമായിട്ട് എന്താ പറയുക, ലാസ്റ്റ് ആയപ്പോഴേ എന്താണ് ചെയ്യാൻ ഒരു വലിയ കഥ കണ്ടന്റ് സൂപ്പറായിരുന്നു, പക്ഷെ അത് എത്തിക്കാനായിട്ട് ഇയാൾ കിടന്നങ്ങ് വിഷമിച്ച പോലെ. ഒരാവശ്യമില്ലാണ്ട് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഡയലോഗ്, അയ്യോ ഞാൻ മരിക്കാൻ പോവാടോ, എനിക്കിഞ്ഞി പറ്റില്ലോ, അതൊന്നും ആവശ്യമില്ല. അതൊന്നും ആ ഒരു കാറിനകത്തിരുന്നിട്ട് രണ്ടുപേരും കൂടി ഡയലോഗ് ലാസ്റ്റ് എന്നിട്ട് മോഹൻലാൽ ചത്തു, അതാണ് ഉണ്ടായത് ആ സിനിമയിൽ. അപ്പോൾ ആ വേറെ കഥ. അപ്പോൾ അങ്ങനെ നമുക്കൊരു രസം തോന്നില്ല, എനിക്കത് ഇഷ്ടമായില്ല. അങ്ങനത്തെ ഒരു ഡയലോഗുകളൊക്കെ എന്തോ ഒരു ആവശ്യമില്ലാത്ത ഡയലോഗുകൾ പോലെ തോന്നി. മുട്ടയുടെ വെള്ളം തിളച്ചു ഇട്ട് കൊടുത്തു കേട്ടോ. മുട്ടയുടെ വെള്ളം തിളച്ചപ്പോൾ മുട്ട ഇട്ട് കൊടുത്തു. ഇനി അതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇവിടെ ചിലങ്കിൽ ഞാൻ 2 മിനിറ്റ് എങ്ങാനും ഇങ്ങനെ വേവിച്ചിട്ട് അത് അതിൽ ആ പാത്രത്തിൽ കിടന്ന് വെന്തെടുക്കും, അത്രയേ ഉള്ളൂ. അല്ല 1-2-3 മിനിറ്റ് ഇട്ടാൽ മാക്സിമം ഞാൻ വേവിക്കുള്ളൂ. ചിലപ്പോൾ 5 മിനിറ്റ് പെട്ടെന്ന് എടുക്കാനുള്ള 5 മിനിറ്റ് എങ്ങാനും വേവിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കും, മുട്ട എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതാ നേന്ത്രപ്പഴം എന്തോ ചെറുപയർ ഇതാ വേവിച്ച് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് സെറ്റാവട്ടെ, അത് വെന്ത് കഴിഞ്ഞ് വരും അപ്പോഴേക്ക്. അത് കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, കണ്ട മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു ഇന്നലെ ഒരെണ്ണം പൊട്ടിയത് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ കിടന്ന് പിന്നെ വെന്തോളും, അല്ലെങ്കിൽ അത് കൂടുതൽ ലീക്കാവും. ചേട്ടൻ നാമം ചൊല്ലാണ് കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് വിളക്ക് വയ്ക്കും. 4:30-ക്ക് എണീക്കും, 4 മണിക്ക് എണീക്കും. എന്നിട്ട് 4:30 വിളക്ക് കൊളുത്തും. കൊളുത്തി കഴിച്ചിട്ട് പിന്നെ വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും അങ്ങനെ കുറച്ച് നാമങ്ങളൊക്കെ ചൊല്ലി വായനയ്ക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ കുളിക്കുക. അല്ല കുളിച്ചിട്ടാണ് കേട്ടോ, കുളിച്ചിട്ടല്ല കുളിക്കുക. വീണ്ടും തന്നെ തെറ്റിട്ടുണ്ട്, ഞാനാണ് കുളിക്കാൻ പോകുന്നത്. ചേട്ടൻ കുളി കഴിഞ്ഞ്, അതായത് 4 മണിക്ക് എനിക്ക് കുളിക്കൂ, അത് കഴിഞ്ഞിട്ടാണ് നാമങ്ങൾ ചൊല്ലുക. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എണീക്കുക, കുളിക്കുക. എൻ്റെ കുളിയും ഇതൊക്കെ കഴിയാൻ വൈകിട്ടാണ്. ചേട്ടൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ്റെ പരിപാടികൾ. ഞാനാണ് കുളിക്കാതിരിക്കുന്നത്, കുളിക്കലും ഇല്ല ജീവിക്കലും ഇല്ല എന്ന് പറഞ്ഞോണം ഇരിക്കുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എണിക്കും, ഇതുപോലെ നേരത്തേക്ക് എണീറ്റ് ഇരിക്കും. പക്ഷെ കുളിക്കലൊക്കെ അടിക്കൽ തുടക്കൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുക. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ നാമം ചൊല്ലാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 9:30-10 മണി 10:30 ഞാൻ എൻ്റെ നാമം ചൊല്ലലൊക്കെ തുടങ്ങുമ്പോൾ. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. പിന്നെ നാമം ചൊല്ലി അതിൻ്റെ ഇടയിൽ ചോറ് വയ്ക്കണം, അല്ലെങ്കിൽ അത് വയ്ക്കണം, ഇത് ഉണ്ടാക്കണം, അതൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എണീക്കുന്നത് കേട്ടോ. ചേട്ടൻ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് അലാം വെച്ചിട്ട് പിന്നെ ആളുടെ പരിപാടികൾ കഴിഞ്ഞ് എന്നിട്ട് 4:30 വിളക്ക് കൊളുത്തും. അങ്ങനത്തെ ഒക്കെ ഒരു ചിട്ടയിലാണ് കേട്ടോ ആളുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഞാനാണ് നേരെ വൈകിട്ട് കുളിക്കുന്നത്, പണികളുള്ളത് കൊണ്ടാണ് കേട്ടോ. പണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ അമ്മ പണ്ട് ഇതുപോലെയായിരുന്നു, ഞങ്ങൾ നേരത്തെ എണീക്കും, കുളിക്കും, അമ്പലത്തിൽ പോവും, വേറെ പണിയൊന്നുമില്ല. അവിടെ വരുമ്പോഴേക്കും അമ്മ ഭക്ഷണം റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അമ്മേടെ നാമം ചൊല്ലലൊക്കെ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ അതേ മെത്തേഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ അമ്മ നേരത്തെ കുളിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ നേരത്തെ കുളിച്ച് പിന്നെ വീണ്ടും ഈ ചളിപ്പിളിയാവണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുളിക്കൊന്നുമില്ല, പല്ലേക്കും കേട്ടോ. കുറച്ച് നേരത്തെ പല്ലേക്കും, അത്ര തന്നെ. ഇന്ന് പല്ലേച്ചിട്ടില്ല, വെച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പല്ലേച്ച് പല്ലേക്കും, മുഖം കഴുകുമ്പോൾ മനുഷ്യ അതൊരു എപ്പോഴാണ് കുളിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പണികൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ നേരെ വൈകിയെന്ന് വരെ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പം വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഞാൻ പറയാണ്.
അജിന്തി പ്രിസ ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ. ടാറ്റാ. നമുക്ക് വേറെ ദിവസം കാണേ.